ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ PV അൻവറിനെ കേന്ദ്രീകരിച്ച് നിലമ്പൂരിലെ ചർച്ച പോകുന്നത് തന്നെ അത് നല്ല കാര്യമല്ല. കാരണം 2026 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു സംസ്ഥാനത്ത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ പോലെ ആ വിഷയങ്ങളും സർക്കാരിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ചർച്ചയാകട്ടെ. അതുപോലെ തന്നെ നിലമ്പൂരിന് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനിടയായ സാഹചര്യം അതൊക്കെ ചർച്ചയാകട്ടെ എന്നതായിരിക്കും കൂടുതലായിട്ടും UDF ആഗ്രഹിക്കുക. അതാണ് നല്ലതും. ഈ അൻവറിനെ കേന്ദ്രീകരിച്ച് ചർച്ച പോകുന്നത് ശരിയല്ല. പക്ഷേ അൻവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കോലാഹലങ്ങൾ എന്തിനു വേണ്ടിയാണെന്നാണ്. ഇപ്പോൾ ഇന്ന് തന്നെ തൃണമൂലിന്റെ ടിക്കറ്റിലല്ല ഇനി അൻവർ മത്സരിക്കാൻ പോകുന്നത്, സ്വതന്ത്ര വേഷത്തിലായിരിക്കും. 2 ഒപ്പ് കുറഞ്ഞു പോയതുകൊണ്ട് പത്രിക തള്ളിപ്പോയി എന്നാണ്. ഇപ്പോൾ പത്രിക സൂക്ഷ്മമായിട്ട് വിലയിരുത്തി കൊടുക്കുവാനുള്ള കഴിവില്ലാത്ത ആളൊന്നുമല്ല PV അൻവർ. 2011 മുതൽ മത്സരരംഗത്തുള്ള ആളാണ്. അതുകൊണ്ട് ഇത് ബോധപൂർവം ഈ പത്രിക തള്ളിക്കോട്ടെ എന്ന് കരുതി സ്വതന്ത്ര വേഷമാണ് നല്ലത്, അത് ഏത് സമയത്തും ഒരു ചർച്ച നടത്തുവാൻ UDF ചർച്ച നടത്തി വേണമെങ്കിൽ മത്സരം ഉപേക്ഷിക്കുവാനുള്ള ഒന്നായി മാറും സ്വതന്ത്രനായി മത്സരിക്കുന്നത്. ഇങ്ങനെ ഒരു മുൻധാരണ അൻവറിന് ഉണ്ടായിരുന്നില്ലേ? അതല്ലേ ഇപ്പോൾ ഇങ്ങനെ അപ്പോൾ മമതയെയും വഞ്ചിച്ചോ എന്നാണ്. ദുൽഖർ സൽമാൻ്റെ സിനിമ ഞാൻ ഗെയിം എന്ന് പറഞ്ഞാണ് എൻ്റെ ഒരു പേര് തോന്നുന്നു. നമ്മളെ കാര്യവട്ടത്ത് അതിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഈ നമ്മളെ അൻപത് പേര് വേണ്ടി ഞാൻ ഗെയിം നാക്കേണ്ട ഒരു സമയം ആയിരിക്കുകയാണ്. അയാളുടെ പണ്ടേ അങ്ങനെ തന്നെയാണ്. പണ്ടേന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു LDF പ്രശ്നം തുടങ്ങിയ സമയം തൊട്ടേ. കാരണം ഇതൊരു വളരെ യാദൃച്ഛികമായിട്ട് ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമൊന്നുമല്ല. അൻവറിൻ്റെ പ്രശ്നം എന്താണ് LDF ഒന്ന് പറയുന്നത്? എന്താണ് അൻവറിൻ്റെ കാതലായ പ്രശ്നം? പിണറായി അന്നും ഇന്നും പിണറായിയെ കാണുന്ന സമയത്തും ഇന്നും പിണറായി ഒരുപോലെ തന്നെയാണ്. പിണറായിയിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റമില്ല. എനിക്കൊന്ന് കുറച്ചും കൂടി അദ്ദേഹം സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് അദ്ദേഹത്തെ അറിയാലോ. അപ്പോൾ പുറത്ത് നോക്കുക എന്നെയൊക്കെ സംബന്ധിച്ചാൽ കുറച്ചും കൂടി പിണറായി ഒന്ന് സോഫ്റ്റ് ആയിരിക്കുകയാണ്. ആ സമയത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം? അപ്പം അൻവർ പറയുന്നതെന്ന് വെച്ചാൽ എന്താ മരുമോനിസോ പിന്നെ വേറെ അൻവർ പറയുന്നത് പിണറായിസം അല്ലേ പിണറായി ആക്കി അങ്ങനെ അല്ലേ പിണറായിസം ഉണ്ടായി വന്നത്. അപ്പം അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഗെയിമാണ്. ഞാൻ ആദ്യം പറയാം, അൻവർ ട്രോജനാണ്. ട്രോജൻ വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞതൊന്നും മടുത്തി പണ്ടത്. ഈ ഇപ്പം LDF പൊതുവേ ഉള്ളൊരു പെർഫോമൻസ് നല്ലതാണെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ LDF ഭരണത്തിൽ നിർത്തിയ 2 ഘടകങ്ങളുണ്ടായിരുന്നു. അതൊന്ന് ഈ തെക്കുള്ള അല്ലെ പൊതുവെയുള്ള മുസ്ലിം വോട്ടുകൾ, ലീഗിൻ്റെ വോട്ട് ലീഗ് കൺസോൾട്ടേറ്റ് ചെയ്തെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ മുസ്ലിം വോട്ട് ഒരു LDF അനുകൂലമായി അല്ലെങ്കിൽ പിണറായിക്ക് അനുകൂലമായി ഷിഫ്റ്റ് ചെയ്തിരുന്നു. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ വോട്ടുകൾ, അത് 5ാം മന്ത്രി ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ അതിന് കാരണമായിട്ടുണ്ടെങ്കിൽ പോലും, മാണി സാറിൻ്റെ മരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിന് കാരണമായിട്ടുണ്ടെങ്കിൽ പോലും ക്രിസ്ത്യൻ വോട്ടുകൾ LDF ഷിഫ്റ്റ് ചെയ്തിട്ട് വലിയ തോതിൽ അത് UDF പോയിരുന്നു. അങ്ങനെയാണ് തൃശ്ശൂർ UDF ഷിഫ്റ്റ് ചെയ്ത് LDF പോയി. അങ്ങനെയാണ് തൃശ്ശൂർ ഇവർ കൈവിട്ട് പോകുന്നത്. തൃശ്ശൂർ കേരളത്തിലെ വളരെ നിർണായകപ്പെട്ട ഒരു ജില്ലയാണ്. കൂടുതൽ നിയമസഭാ സീറ്റുകളുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സിങ് ചെയ്യും. തൃശ്ശൂർ ഈ പറയുന്ന തന്നെ നല്ലൊരു ക്രിസ്ത്യൻ മൈനോറിറ്റി വളരെ സ്ട്രോങ് ആണ്, ഹിന്ദു മൈനോറിറ്റി, മുസ്ലിംസും ചില ഏരിയകളിൽ മുസ്ലിംസ് വളരെ സ്ട്രോങ് ആണ്. സത്യത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് തൃശ്ശൂർ. വേറെ ഒന്ന് തിരുവനന്തപുരമാണ്. അപ്പം ഈ LDF അകന്ന് ഇപ്പം ഒരു തുടർന്ന് ഞാൻ മുൻപ് കോളേജ് യൂണിയൻ ഇലക്ഷൻ മത്സരിച്ച സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ജയിക്കുമെന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും സംഘടനയ്ക്കോ എനിക്കോ ആ 2ാമത്തെ ടൈമിൽ ഞാൻ മത്സരിച്ച സമയത്ത് ജയിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. കാരണം എൻ്റെ സ്ഥാനാർത്ഥിയെ വന്ന് വളരെ പോപ്പുലറായിട്ടുള്ള പെൺകുട്ടികളുടെ വളരെ ആക്സെപ്റ്റൻസ് ഉള്ള ആളായിരുന്നു. ഞാനാണെങ്കിൽ ഇന്നാണ് ഞാൻ മനുഷ്യനാണ്, അന്ന് ബുദ്ധിജീവിയായിരുന്നു. ഈ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ബുദ്ധിജീവി പരിവേഷമായിരുന്നു. അപ്പം പെൺപിള്ളേർക്കൊന്നും നമ്മൾ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച ഇലക്ഷൻ ഞാൻ തോൽക്കുമെന്നാണ് അവസാന നിമിഷം വരെ. പക്ഷേ വോട്ടെണ്ണി നോക്കുമ്പോൾ ഞാൻ 200 വോട്ടിനെല്ലാം ജയിച്ചു. അപ്പോൾ ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് ഇപ്പം ഇവരാര് തന്നെ ഇലക്ഷന് മത്സരിച്ചാലും ഈ റിസൾട്ട് വരുന്ന വരെ ഒരു പേടിയുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്രയും ഉറപ്പുള്ള ഒരു പക്ഷേ മലപ്പുറം പോലും നമ്മളറിയാം, മലപ്പുറത്ത് പോലും തോറ്റു പോയിട്ടുണ്ട്. മഞ്ചേരി അംസക്ക ജയിച്ചിട്ടുണ്ട്. എങ്കിലും പൊതുവേ അത് അവരുടെ കൂടെ വെക്കുന്ന മണ്ഡലം അത് വേണമെങ്കിൽ വിചാരിക്കാം. എങ്കിൽ അല്ല ചെറിയൊരു പേടി. അപ്പോൾ പേടി ഉണ്ടാവും. അപ്പോൾ UDF LDF ഞാൻ പറഞ്ഞത്. അപ്പം ആ പേടിയുള്ള സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ നമ്മളെടുത്തു പല പിതാക്കന്മാരുടെയൊക്കെ ഒരു പ്രസ്താവന എടുത്തു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ചില മുസ്ലിം കോർണറുകൾ റെസ്പോൺസ് എടുത്തു നോക്കുമ്പോഴും പണ്ടത്തെ അത്ര സ്വീകാര്യത LDF ഉണ്ടോയെന്നായിരുന്നു എനിക്ക് സംശയമുണ്ട്. എന്നാൽ അത്ര എതിർപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ കൂടെ നിർത്തണം. എന്താവണം? കൂടെ നിർത്തണമെങ്കിൽ UDF കിട്ടാവുന്ന മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ശിഥിലീകരിക്കണം. അൻവർ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് അതല്ലേ. അൻവർ എന്താ പറയുന്നത്? അൻവർ ഒന്ന് തന്നെ കള്ളക്കടത്തുകാരുടെ ഇഷ്യൂ ആണ്. എന്താ കള്ളക്കടത്തുകാരുടെ ഇഷ്യൂ? ഇപ്പം മലബാറിൽ പ്രത്യേകിച്ച് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം വളരെ നട്ടോറിയസ് ആണ്, ഈ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ പേര്. അത്തരം പ്രദേശങ്ങളിൽ ഒരുപാട് മുസ്ലിം യുവാക്കൾ ഇതുവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരെ കാര്യങ്ങൾ ഇതുവരെ ഇപ്പം മുസ്ലിം ലീഗ് ഒന്നും അവരുടെ കാര്യം പറയുക പോലുമില്ല. ലീഗാരുടെ കുടുംബത്തൊക്കെ പെട്ടുള്ള ആളുകളായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവർ പറയില്ല. അൻവറാണ് ആദ്യമായിട്ട് അവരുടെ കാര്യം പറയുന്നത്. അപ്പോൾ
ഏതറ്റം വരെയും പോയിട്ടും ഈ പറയുന്നതിൻ്റെ അതിൽ സമുദായത്തിലുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ അൻവർ തയ്യാറാവുന്നു എന്നൊരു ഫീൽ അൻവർ കൊടുക്കും. രണ്ട്, കുടിയേറ്റ കർഷകരുടെ വലിയൊരു പ്രശ്നമാണ് ഈ പറഞ്ഞ ഈ വനമേഖലയിലെ വന്യജീവി പ്രശ്നങ്ങളൊക്കെ. അത് താമരശ്ശേരി പിതാവും തലശ്ശേരി പിതാവും ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അൻവർ മറ്റാരെക്കാട്ടും കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നു. അൻവറിൻ്റെതായ രീതിയിൽ അൻവർ. പക്ഷേ അൻവർ അത് അടുത്ത കാലത്താണ് പറയുന്നത്, MLA ആയ സമയത്ത് പറഞ്ഞില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവം? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ അൻവർ തന്നെ കുറച്ച് സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? UDF കിട്ടാവുന്ന 2000-3000 വോട്ടുകൾ ഷിഫ്റ്റ് ആയാൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുക? അത് സ്വാഭാവികമായിട്ട് LDF ഗുണം ചെയ്യും. LDF ഗുണം ചെയ്ത് അൻവർ ജയിച്ചാലും തോറ്റാലും ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ അവസാനം അൻവറിനെ എന്താണ് വിശാല ഹൃദയനായിട്ടുള്ള ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചു എന്ന് പറയുന്ന പോലെ ക്ഷമിച്ച് അദ്ദേഹത്തിന് LDF എടുക്കുകയും ചെയ്യുക. വലിയൊരു ദൗത്യം നിർവഹിച്ചല്ലേ. അല്ലാതെ അൻവർ പറയുന്ന ലോജിക്കൽ കണക്റ്റ് അല്ല. മാത്രം നിങ്ങൾ നോക്കൂ, തന്ത്രപരമായിട്ട് ഇത് LDF പ്രശ്നമായി മാറേണ്ടതല്ലേ. LDF പ്രശ്നമല്ലേ ഇത്. UDF എന്താണ് ഇതിൽ പ്രശ്നം? ഇത് സത്യത്തിൽ UDF പ്രശ്നമായിട്ട് മാറിയിരിക്കുക. അതാണ് അതിനകത്ത് കൃത്യമായ കാര്യം. അൻവർ എന്നുള്ളത് ഇപ്പോൾ UDF പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ശ്രീ ഷൗക്കത്ത് പള്ളിയാലി.